everyone, welcome back to my video. ഇന്ന് നമുക്ക് CPTയിലെ ജെനൈറ്റോയൂറിനറി സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. CPT ടെക്സ്റ്റ് ബുക്കിൽ 3 പോർഷനുകളായിട്ടാണ് അല്ലെങ്കിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ യൂറിനറി സിസ്റ്റം ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. പിന്നെ മെയിൽ ജെനൈറ്റൽ സിസ്റ്റം, ഫീമെയിൽ ജെനൈറ്റൽ സിസ്റ്റം കൂടി, അങ്ങനെ 3 സെക്ഷൻസ് ആണ്. പക്ഷെ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് മിക്സ്ഡ് ആയിട്ടാണ്. First question, a pediatrician performed a routine circumcision on a newborn baby boy in a hospital setting. The physician anesthetized the area with a dorsal penile block, clamped the foreskin away from the tip of the penis and excised the excess foreskin. What is the correct code for the circumcision? ഇവിടെ procedure circumcision ഒരു routine circumcision ആണ്. ഒരു ന്യൂബോൺ ബേബീനെ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അനസ്തീഷ്യ കൊടുക്കുന്നുണ്ട്, അതുപോലെ ക്ലാമ്പ് യൂസ് ചെയ്ത് ഫോർസ്കിന്നിനെ റിമൂവ് ചെയ്യുക, എക്സൈസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 54160, ദാറ്റ് ഈസ് സർക്കംസീഷൻ സർജിക്കൽ എക്സിഷൻ അതർ ദാൻ ക്ലാമ്പ് ഡിവൈസ് ഓർ ഡോർസൽ സ്ലിറ്റ് നിയോനേറ്റ് ആണ്. നിയോനേറ്റ് എന്ന് പറയുന്നത് 28 days ഓഫ് ഏജ് ഓർ ലെസ് ആണ്. ഓപ്ഷൻ ബി 54150 ആണ്, ദാറ്റ് ഈസ് circumcision using clamp or other device with regional dorsal penile or ring block ആണ്. ഓപ്ഷൻ സി 54150 തന്നെ, അവിടെ മോഡിഫയർ ഒന്നുമില്ല. ഓപ്ഷൻ ഡിയും 54160 തന്നെ, അവിടെ മോഡിഫയർ 47 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡിഫയർ 47 എന്താണ്? അനസ്തീഷ്യ ബൈ സർജൻ ആണ്. ദാറ്റ് ഈസ് ഒരു അനസ്തീഷ്യോളജിസ്റ്റ് കൊടുക്കുന്നതിന് പകരം ഒരു സർജനോ ഒരു ഫിസിഷ്യനോ അനസ്തീഷ്യ കൊടുക്കുകയാണെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മോഡിഫയർ ആണ് 47 എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി ദ ഫിസിഷ്യൻ അനസ്തറ്റൈസ്ഡ് എന്ന് പറയുന്നുണ്ട്, അതായത് ഓൾറെഡി ഫിസിഷ്യൻ അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ കോഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 54160 എന്ന് പറയുന്നത് സർക്കംസീഷൻ ആണ്, പക്ഷെ അതർ ദാൻ ക്ലാമ്പ് ആണ്. ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് അല്ലാത്തത്, ക്ലാമ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും ഡിവൈസൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ കോഡാണ് 160 എന്ന് പറയുന്നത്. 150 ആണെങ്കിൽ യൂസിങ് ക്ലാമ്പ് ആണ്. ക്ലാമ്പ് സർക്കംസീഷൻ്റെ കോഡ് വരുന്നത് 150 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലും ക്ലാമ്പ് യൂസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ക്ലാംപ്ഡ് ദ ഫോർസ്കിൻ എവേ ഫ്രം ദ ടിപ്പ് ഓഫ് ദ പെനിസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് 54150 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് 54150 കൊടുത്തിട്ടുണ്ട് വിത്ത് റീജിയണൽ ഡോർസൽ പെനൈൽ ഓർ റിംഗ് ബ്ലോക്ക് ആണ്. അതായത് ഡോർസൽ പെനൈൽ ഓർ റിംഗ് ബ്ലോക്ക് അനസ്തീഷ്യ കൊടുക്കുന്നത് ഓൾറെഡി ഈ ഒരു കോഡിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ പിന്നെയും ഇവിടെ ഒരു മോഡിഫയർ ഇട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മോഡിഫയറിൻ്റെ ആവശ്യമില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. അതുപോലെ തന്നെ മോഡിഫയർ 47 പറയുന്നത് എന്താണ്? ലോക്കൽ അനസ്തീഷ്യയൊക്കെയാണ് ഇപ്പോൾ ഒരു സർജൻ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. So the answer is option C 54150, circumcision using clamp or other device with the regional dorsal penile or ring block. Next question, the pediatric physician takes this newborn male to the nursery to perform a clamp circumcision ആണ്. ഇവിടെ ഒരു ന്യൂബോൺ ബേബീനെ ക്ലാമ്പ് സർക്കംസീഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ എയും ബിയും പറയുന്നത് 54160 ആണ്. That is circumcision surgical excision other than clamp device or dorsal slit neonate ആണ്. 28 days of age or less ആണ് പറയുന്നത്. ഇനി ബിയിൽ അവിടെ ഒരു മോഡിഫയർ 52 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. മോഡിഫയർ 52 എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സർവീസ് ആണ്. ഇനി ഓപ്ഷൻ സിയിൽ 54150 circumcision using clamp or other device with regional dorsal penile or ring block ആണ് പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ അവിടെയും ഒരു മോഡിഫയർ 52 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറയുന്നത് ഒരു ന്യൂബോൺ ബേബി ആണ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലാമ്പ് സർക്കംസീഷനും ആണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 54160 ന്യൂബോണിനുള്ള കോഡാണ്, നിയോനേറ്റിനുള്ള കോഡാണ്. 150 ക്ലാമ്പ് സർക്കംസീഷൻ ആണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 54150 എന്ന് പറയുന്നത് ക്ലാമ്പ് സർക്കംസീഷൻ്റെ കോഡാണ്. അതായത് സർക്കംസീഷൻ ചെയ്യുന്നത് ക്ലാമ്പ് യൂസ് ചെയ്താണെങ്കിൽ നമ്മൾ ഏത് ഏജ് ആണെങ്കിലും ഈ ഒരു കോഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ന്യൂ ബോൺ ആണെങ്കിലും അതല്ല ഒരു 20 എബവ് ആയിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു 10 ഇയർ ഓൾഡ് ആയാലും എത്ര ഏജ് ആയാലും ക്ലാമ്പ് സർക്കംസീഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ഏജ് നോക്കേണ്ട ആവശ്യമില്ല, 54150 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലാമ്പ് സർക്കംസീഷൻ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 54150 ആണ് കൊടുക്കേണ്ടത്. 54160 വരുമ്പോൾ ക്ലാമ്പ് അല്ലാത്ത ഒരു സർക്കംസീഷൻ ആണ്. ക്ലാമ്പ് സർക്കംസീഷൻ അല്ലാത്ത കേസുകളിലാണ് നമ്മൾ നിയോണേറ്റ് ആണോ അതോ ഓൾഡർ ദാൻ 28 ഡേയ്സ് ആണോ നോക്കിയിട്ട് കോഡ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയും ബിയും ഇവിടെ എലിമിനേറ്റ് ചെയ്യാം, സിയും ഡി ആണ്. ഇനി ഇവിടെ ഈ ഒരു 54150ൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സർക്കംസീഷൻ യൂസിങ് ക്ലാമ്പ് ഓർ അതർ ഡിവൈസ് വിത്ത് റീജിയണൽ ഡോസ് പെനൈൽ ഓർ റിംഗ് ബ്ലോക്ക് ആണ്. അനസ്തീഷ്യ കൊടുക്കുന്നതും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ തൊട്ട് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് 54150 വിത്ത് മോഡിഫയർ 52 വെൻ പെർഫോംഡ് വിത്തൗട്ട് ഡോസ് പെനൈൽ ഓർ റിംഗ് ബ്ലോക്ക്. അതായത് അനസ്തീഷ്യ കൊടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഡോസ് പെനൈലോ റിംഗ് ബ്ലോക്കോ ഇല്ലെങ്കിൽ നമ്മൾ 54150ൻ്റെ കൂടെ മോഡിഫയർ 52 കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ക്ലാമ്പ് സർക്കംസീഷൻ ആണ്, പക്ഷേ ഇവിടെ നമ്മളോട് അനസ്തീഷ്യ കൊടുത്ത കാര്യമൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ മോഡിഫയർ 52 അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ബ്രാക്കറ്റും കൂടി ഉണ്ട് അവിടെ, ഡു നോട്ട് റിപ്പോർട്ട് മോഡിഫയർ 63 ഇൻ കൺജങ്ഷൻ വിത്ത് 54150. മോഡിഫയർ 63 എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ഓൺ ഇൻഫൻറ്റ്സ് ലെസ് ദാൻ 4 കിലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെയും ഇൻഫൻ്റ് ആണ്, ന്യൂ ബോൺ ആണ്, പക്ഷെ നമ്മളിവിടെ ഒരു 63 കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ന്യൂ ബോൺ തൊട്ട് ഏത് ഏജുള്ള ആൾക്കായാലും ക്ലാമ്പ് സർക്കംസീഷൻ ആണെങ്കിൽ കോഡ് വരുന്നത് 54150 ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 54150. പിന്നെ അനസ്തീഷ്യ കൊടുക്കുന്ന കാര്യം പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ മോഡിഫയർ 52 കൊടുക്കുക, ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് സർവീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യൻറ്റ് ഹാഡ് എ പെർക്യൂട്ടേനിയസ് ക്രയോ അബ്ലേഷൻ ഓഫ് ബൈലാറ്ററൽ റീനൽ ട്യൂമേഴ്സ്, വാട്ട് കോഡ് ക്യാപ്ചേഴ്സ് ദ സർവീസ്. ഒരു പേഷ്യൻറ്റിന് പെർക്യൂട്ടേനിയസ് ആണ്, ക്രയോ അബ്ലേഷൻ ഓഫ് ബൈലാറ്ററൽ റീനൽ ട്യൂമേഴ്സ് ആണ് പറയുന്നത്. ബൈലാറ്ററൽ ആണ്, 2 കിഡ്നിയിൽ നിന്നും ട്യൂമേഴ്സിൻ്റെ ക്രയോ അബ്ലേഷൻ പെർക്യൂട്ടേനിയസ്ലി ചെയ്യുന്നതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 53899 ആണ്, ദാറ്റ് ഈസ് അൺലിസ്റ്റഡ് പ്രൊസീജിയർ, യൂറിനറി സിസ്റ്റ് ആണ്. ഓപ്ഷൻ ബി 50592, ദാറ്റ് ഈസ് അബ്ലേഷൻ 1 or more renal tumors, percutaneous, unilateral, റേഡിയോ ഫ്രീക്വൻസി ആണ്. ഓപ്ഷൻ സി 50592 മോഡിഫയർ 50. ഓപ്ഷൻ ഡി 50593 ആണ്, അബ്ലേഷൻ റീനൽ ട്യൂമേഴ്സ്, യൂണിലാറ്ററൽ, പെർക്യൂട്ടേനിയസ്, ക്രയോതെറാപ്പി ആണ്. അപ്പോൾ 50592ൽ അബ്ലേഷൻ തന്നെയാണ്, അത് ഒന്നിൽ കൂടുതൽ റീനൽ ട്യൂമേഴ്സ് ആണെങ്കിലും അത് പെർക്യൂട്ടേനിയസ്ലിയുമാണ്, പക്ഷെ അവിടെ മെത്തേഡ് എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി ആണ്. ഇനി 593ലാണെങ്കിൽ അബ്ലേഷൻ ആണ്, റീനൽ ട്യൂമേഴ്സ് ആണ്, സിംഗിൾ ആയാലും മൾട്ടിപ്പിൾ ആയാലും, അവിടെ പ്ലൂറൽ ഫോമാണ് പറയുന്നത്. പിന്നെ യൂണിലാറ്ററൽ, പെർക്യൂട്ടേനിയസ്, ക്രയോതെറാപ്പിയാണ്. അപ്പോൾ ക്രയോതെറാപ്പി വഴി അബ്ലേഷൻ ഓഫ് റീനൽ ട്യൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് 50593 ആണ് വേണ്ടത്. ഇനി ഇവിടെ പറയുന്നത് ബൈലാറ്ററൽ ആണ്, അപ്പോൾ 50593 എന്ന് പറയുന്നത് യൂണിലാറ്ററൽ കോഡാണ്. സോ ബൈലാറ്ററൽ പ്രൊസീജിയർ ആണെങ്കിൽ അവിടെ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്യണമെന്ന് ഈ ഒരു 50593യുടെ തൊട്ട് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 50593 is a unilateral procedure. For bilateral procedure, report 50593 with the modifier 50. So the answer is option D, 50593 modifier 50. Next question. Mr. Bill has urinary incontinence. The urologist performs an anterior vesico-urethropexy to correct the incontinence. The physician documented that this was a complicated repair. What code captures the service? ഇവിടെ പേഷ്യൻറ്റിന് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണുള്ളത്. അപ്പോൾ യൂറോളജിസ്റ്റ് പെർഫോം ചെയ്യുന്നത് ആൻറ്റീരിയർ വെസിക്കോ യുറീത്രോപെക്സി ആണ്.
അപ്പോൾ വെസിക്കോ യുറീത്രോപെക്സി ആണ് ചെയ്യുന്നത് ഈ ഒരു ഇൻകോണ്ടിനൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ട്. അതും ആൻറ്റീരിയർലി ആണ് ചെയ്യുന്നത്. ആൻഡ് ഫിസിഷ്യൻ അവിടെ പറയുന്നുണ്ട് ഇതൊരു കോംപ്ലിക്കേറ്റഡ് റിപ്പയർ ആണ് എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 51840 ആൻറ്റീരിയർ വെസിക്കോ യുറീത്രോപെക്സി ഓർ യുറീത്രോപെക്സി സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി 51841 ദാറ്റ് ഇസ് ആൻറ്റീരിയർ വെസിക്കോ യുറീത്രോപെക്സി ഓർ യുറീത്രോപെക്സി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഓപ്ഷൻ സിയും ഡിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ സി 53440 സ്ലിംഗ് ഓപ്പറേഷൻ ഫോർ കറക്ഷൻ ഓഫ് മെയിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ്. കാര്യം ഇവിടെ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് യൂറിനറി ഇൻകോണ്ടിനൻസിന് കറക്ഷൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ആൻറ്റീരിയർ വെസിക്കോ യുറീത്രോപെക്സി ആണ് ചെയ്തിട്ടുള്ളതെന്നും കൂടി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സിയിലുള്ളത് സ്ലിംഗ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 53899 ആണ്. ദാറ്റ് ഈസ് അൺലിസ്റ്റഡ് പ്രൊസീജിയേഴ്സ് ഓൺ യൂറിനറി സിസ്റ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 51841 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ജെന്റിൽമാൻ ഹാസ് worsening bilateral hydronephrosis. He did not have much of a post-void residual on bladder scan. He is taken to the operating room to have a bilateral cystoscopy and retrograde pyelogram. The results came back as gross prostatic hyperplasia. ഇവിടെ പേഷ്യൻറ്റിന് വേഴ്സണിങ് ആയിട്ടുള്ള ബൈലാറ്ററൽ ഹൈഡ്രോനെഫ്രോസിസ് ആണുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് ബൈലാറ്ററൽ സിസ്റ്റോസ്കോപ്പി ആൻഡ് റെട്രോഗ്രേഡ് പൈലോഗ്രാം ആണ് ചെയ്യുന്നത്. സോ ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയും സിയും 52005 ആണ്. ദാറ്റ് ഇസ് സിസ്റ്റോയുറീത്രോസ്കോപ്പി വിത്ത് യുറീട്രൽ കാത്തീറ്ററൈസേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഇറിഗേഷൻ ഇൻസ്റ്റിലേഷൻ ഓർ യുറീട്രോപൈലോഗ്രഫി എക്സ്ക്ലൂസീവ് ഓഫ് റേഡിയോളജിക് സർവീസസ് ആണ്. അതിൽ ഓപ്ഷൻ സിയിലാണെങ്കിൽ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി ഓപ്ഷൻ ബിയും ഡി ആണെങ്കിൽ 52000 ദാറ്റ് ഇസ് സിസ്റ്റോ യുറീത്രോസ്കോപ്പി ആണ്. ഓപ്ഷൻ ഡിയിൽ അവിടെ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ എന്താണ്? ബൈലാറ്ററൽ സിസ്റ്റോസ്കോപ്പി ആണ് വിത്ത് റിട്രോഗ്രേഡ് പൈലോഗ്രാം ആണ് പറയുന്നത്. സോ 52000 നമുക്ക് സിസ്റ്റോ യുറീത്രോസ്കോപ്പി ചെയ്ത കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സിസ്റ്റോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട്, പൈലോഗ്രാമും ചെയ്തിട്ടുണ്ട്, അതും ബൈലാറ്ററലി ആണ്. അപ്പോൾ ബൈലാറ്ററലി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മോഡിഫയർ 50 വേണമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സിയും ഡിയും നോക്കുകയാണെങ്കിൽ അതിൽ 52000 എന്ന് പറയുന്നത് സിസ്റ്റോ യുറീത്രോസ്കോപ്പി മാത്രമേ ഉള്ളൂ. പൈലോഗ്രാം അല്ലെങ്കിൽ പൈലോസ്കോപ്പി, പൈലോഗ്രഫി അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ഓപ്ഷൻ സിയിലാണ് 52005 നമുക്ക് യുറീത്രോ പൈലോഗ്രഫിയുടെ കാര്യം കൂടി പറയുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോഷർ ഓഫ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ ഇസ് പെർഫോംഡ് വിത്ത് എപ്പിസ്പാഡിയാസ് റിപ്പയർ. What CPT codes or are reported for the service? ഇവിടെ എക്സ്ട്രോഫി ഓഫ് ബ്ലാഡറിൻ്റെ ക്ലോഷർ ചെയ്തിട്ടുള്ളത് എപ്പിസ്പാഡിയാസ് റിപ്പയർ വഴിയാണ്. സോ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 54390 ആണ്. ദാറ്റ് ഇസ് പ്ലാസ്റ്റിക് ഓപ്പറേഷൻ ഓൺ പെനിസ് ഫോർ എപ്പിസ്പാഡിയാസ് ഡിസ്റ്റൽ ടു എക്സ്റ്റേണൽ സ്പിങ്ക്ചർ വിത്ത് എക്സ്ട്രോഫി ഓഫ് ദി ബ്ലാഡർ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ടേമുകൾ എക്സ്ട്രോഫിയും അതുപോലെ തന്നെ എപ്പിസ്പാഡിയാസ്, അങ്ങനെ രണ്ട് ടേമുകളും ഈ ഒരു കോഡിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എപ്പിസ്പാഡിയാസ് റിപ്പയർ എന്നൊക്കെ പറയുന്നത് ഒരു ടെക്നിക് ടു റീബിൽഡ് ദി പെനിസ് ആണ്. ഇതിൽ സർജൻ ഒരു പാർഷ്യൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്. അതാണ് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്നൊക്കെ പറയുന്നത് ഒരു അബ്നോർമൽ ഫോർമേഷൻ ഓഫ് ദി ബ്ലാഡർ ആൻഡ് ദി ബോണി പെൽവിസ് ആണ് എക്സ്ട്രോഫി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ 51940 ആണ്. ക്ലോഷർ എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ ആണ് പറയുന്നത്. ഇനി ഓപ്ഷൻ സി 51860 ആണെങ്കിൽ സിസ്റ്റോറഫി സ്യൂച്ചർ ഓഫ് ബ്ലാഡർ ബൂണ്ട് ഇഞ്ചുറി ഓർ റപ്ചർ സിമ്പിൾ ആണ് പറയുന്നത്. ഓപ്ഷൻ ഡി 51880 ആണെങ്കിൽ ക്ലോഷർ ഓഫ് സിസ്റ്റോസ്റ്റോമി ആണ് പറയുന്നത്.
സോ ഇവിടെ നമുക്ക് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എപ്പിസ്പാഡിയാസ് റിപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമും നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ 54390 കോഡ് ഡിസ്ക്രിപ്ഷനിലാണ്. സോ നമുക്ക് എന്താണ് പ്രൊസീജിയർ, എന്താണ് ചെയ്യുന്നതൊന്നും മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന കോഡ് തന്നെ എടുക്കുക. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ 54390. Next question. Patient presents for excision of multiple kidney cysts. 3 cysts are excised. What CPT code is or are reported for the service? ഇവിടെ പേഷ്യൻ്റ് എക്സിഷൻ ഓഫ് കിഡ്നി സിസ്റ്റ് ആണ്, അത് മൾട്ടിപ്പിൾ കിഡ്നി സിസ്റ്റ് ആണ് എക്സിഷൻ ചെയ്യുന്നത്. അവിടെ നമ്പർ ഓഫ് സിസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 50290 എക്സിഷൻ ഓഫ് പെരിനെഫ്രിക് സിസ്റ്റ് ആണ്. ഓപ്ഷൻ ബി 50280 എക്സിഷൻ ഓർ അൺറൂഫിംഗ് ഓഫ് സിസ്റ്റ് ഓഫ് കിഡ്നി ആണ്. അത് പ്ലൂറൽ ആണ് പറഞ്ഞിട്ടുള്ളത്. സിംഗിൾ ആയാലും പ്ലൂറൽ ആയാലും മൾട്ടിപ്പിൾ ആയാലും നമുക്ക് സെയിം കോഡ് തന്നെയായിരിക്കും. പിന്നെ ഓപ്ഷൻ സി 50060 ആണ് പറയുന്നത്. ദാറ്റ് ഇസ് നെഫ്രോലിത്തോട്ടോമി, റിമൂവൽ ഓഫ് കാൽക്കുലസ്. ആൻഡ് ലാസ്റ്റ് വൺ 50280 മാത്രം, ദാറ്റ് ഈസ് എക്സിഷൻ ഓർ അൺറൂഫിംഗ് ഓഫ് സിസ്റ്റ് ഓഫ് കിഡ്നി ആണ്. അപ്പോൾ ഈ ഒരു 50280 എക്സിഷൻ ഓഫ് കിഡ്നി സിസ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കോഡ് ശ്രദ്ധിച്ചാൽ കാണാം, ഈ കോഡിൽ ഇപ്പോൾ ഒരു സിസ്റ്റ് ആണെങ്കിലും മൾട്ടിപ്പിൾ സിസ്റ്റ് ആണെങ്കിലും നമ്മൾ സെയിം കോഡ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഓപ്ഷൻ ബി നോക്കുമ്പോൾ അവിടെ *3 ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് റോങ് ആണ്, അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 50280. 3 സിസ്റ്റ് ആയാലും 1 സിസ്റ്റ് ആയാലും നമുക്ക് സെയിം കോഡ് തന്നെയാണ്. പിന്നെ ഓപ്ഷൻ എയിൽ 50290 പറയുന്നത് പെരിനെഫ്രിക് സിസ്റ്റ് ആണ്, അതൊരു ടൈപ്പ് ഓഫ് സിസ്റ്റ് ആണ്. അപ്പോൾ പെരിനെഫ്രിക് സിസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. So next question, a patient had a extracorporeal shockwave lithotripsy unilateral. What code captures this service? ഇവിടെ പേഷ്യൻറ്റിന് ലിത്തോട്രിപ്സി യൂണിലാറ്ററലി ആണ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ആണ്. സോ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ 53899 ആണ്, ദാറ്റ് ഇസ് അൺലിസ്റ്റഡ് പ്രൊസീജിയർ യൂറിനറി സിസ്റ്റ് ആണ്. ഓപ്ഷൻ ബി 50592 ആണ്, ദാറ്റ് ഈസ് അബ്ലേഷൻ 1 or more റീനൽ ട്യൂമേഴ്സ് പെർക്യൂട്ടേനിയസ് യൂണിലാറ്ററൽ റേഡിയോ ഫ്രീക്വൻസി ആണ്. ഇവിടെ പറയുന്നത് റീനൽ ട്യൂമേഴ്സിൻ്റെ അബ്ലേഷൻ്റെ കേസാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിത്തോട്രിപ്സി ആണ്, ക്രഷിംഗ് ഓഫ് സ്റ്റോൺ ആണ് പറയുന്നത്. സോ ഓപ്ഷൻ ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി നോക്കുക, 50590, ദാറ്റ് ഇസ് ലിത്തോട്രിപ്സി എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ആണ്. എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് യൂസ് ചെയ്ത് ലിത്തോട്രിപ്സി ചെയ്യുന്നതിൻ്റെ കോഡാണ് 50590 എന്നുള്ളത്. ഇനി ഓപ്ഷൻ ഡിയിലും നമുക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഓപ്ഷൻ എ അൺലിസ്റ്റഡ് പ്രൊസീജിയർ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. Okay, so the answer is option D 50590. Next question, the patient presents with a recurrent infection of the Bartholin's gland which has previously been treated with antibiotics and IND, incision and drainage. At this visit, her gynecologist incised the cyst, draining the material in it and tacks the edges of the cyst open, creating an open pouch to prevent recurrence. How is this procedure coded? ഇവിടെ പേഷ്യൻറ്റിന് ഒരു റെക്കറൻറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ബാർത്തോളിൻസ് ഗ്ലാൻഡിൽ. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് വെച്ച് ട്രീറ്റ് ചെയ്യുകയും ചെയ്തു, അതോടൊപ്പം തന്നെ IND ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ഈ ഒരു വിസിറ്റിൽ വന്നപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഈ ഒരു സിസ്റ്റിനെ ഇൻസൈസ് ചെയ്തു, അതുപോലെ അതിലുണ്ടായിരുന്ന മെറ്റീരിയലൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഈ സിസ്റ്റിൻ്റെ എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ഓപ്പൺ പൗച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. സോ ദാറ്റ് ഇതിന്
റെക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഓപ്പൺ പൗച്ച് ക്രിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രൊസീജിയറിന് പറയുന്നത് മാർസൂപ്പിയലൈസേഷൻ എന്നാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 56405, that is incision and drainage of vulva or perineal abscess. Option B 56420, incision and drainage of Bartholin's gland abscess. Option C 56440, that is marsupialization of Bartholin's gland cyst. Option D 56740, that is excision of Bartholin's gland or cyst ആണ്. അപ്പോൾ IND ചെയ്ത ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഇവിടെ ചെയ്ത കാര്യം പറയുന്നുണ്ട്, പക്ഷെ അത് ഈ ഒരു വിസിറ്റിലല്ല, പ്രീവിയസ്ലി ചെയ്തതാണ്. സോ അത് നമ്മൾ ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ സി ആണ് ഓപ്പൺ പൗച്ച് ക്രിയേഷൻ മാർസൂപ്പിയലൈസേഷൻ്റെ കാര്യം പറയുന്നത്. ഇനി ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എക്സിഷൻ ആണ് പറയുന്നത്. ഇവിടെ ഒരു ബാർത്തോളിൻസ് ഗ്ലാൻഡ് കംപ്ലീറ്റ്ലി എക്സൈസ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്, ആ ഒരു സിസ്റ്റിൻ്റെ 2 എഡ്ജിലായിട്ടും ഒരു പൗച്ച് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് മാർസൂപ്പിയലൈസേഷൻ ഓഫ് ബാർത്തോളിൻസ് ഗ്ലാൻഡ് സിസ്റ്റ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 56440. Next question, a patient underwent a complex cystometrogram with bladder voiding pressure study and urethral EMG, electromyography. Then what code should you use to report these services ആണ്. ഇവിടെ പേഷ്യൻ്റ് കോംപ്ലക്സ് സിസ്റ്റോമെട്രോഗ്രാം വിത്ത് ബ്ലാഡർ വോയിഡിംഗ് പ്രഷർ സ്റ്റഡിയും അതുപോലെ തന്നെ യുറീത്രൽ ഇലക്ട്രോമയോഗ്രഫി സ്റ്റഡിയാണ് അണ്ടർഗോ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 51728 ആണ്. ദാറ്റ് ഇസ് കോംപ്ലക്സ് സിസ്റ്റോമെട്രോഗ്രാം വിത്ത് വോയിഡിംഗ് പ്രഷർ സ്റ്റഡീസ് ആണ്, എനി ടെക്നിക്. ഓപ്ഷൻ ബിയിൽ 51725 ആണ്, ദാറ്റ് ഇസ് സിമ്പിൾ സിസ്റ്റോമെട്രോഗ്രാം. സോ നമുക്ക് ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് കോംപ്ലക്സ് സിസ്റ്റോമെട്രോഗ്രാം ആണ്. ഇനി ഓപ്ഷൻ സി 51726, ദാറ്റ് ഇസ് കോംപ്ലക്സ് സിസ്റ്റോമെട്രോഗ്രാം മാത്രമാണ് പറയുന്നുള്ളൂ. ഇനി ഓപ്ഷൻ ഡി 51728 ആണ്, ദാറ്റ് ഇസ് ഓൾസോ കോംപ്ലക്സ് സിസ്റ്റോമെട്രോഗ്രാം വിത്ത് വോയിഡിംഗ് പ്രഷർ സ്റ്റഡീസ്, എനി ടെക്നിക്കാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് യുറീത്രൽ EMG ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ കോഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എയിൽ 51784 ആണ്, ഇലക്ട്രോമയോഗ്രഫി സ്റ്റഡീസ് ഓഫ് എയ്നൽ ഓർ യുറീത്രൽ സ്പിങ്ക്റ്റർ അതർ ദാൻ നീഡിൽ, എനി ടെക്നിക്കാണ്. പിന്നെ വരുന്നത് 51785 ആണ്, ദാറ്റ് ഇസ് നീഡിൽ ഇലക്ട്രോമയോഗ്രഫി. അപ്പോൾ നമുക്കിവിടെ നീഡിൽ ഇലക്ട്രോമയോഗ്രഫി ചെയ്തതായിട്ടൊന്നും പറയുന്നില്ല, നോർമൽ യുറീത്രൽ EMG ഇലക്ട്രോമയോഗ്രഫി ആണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് 51784 ആണ്. അതോടൊപ്പം കോംപ്ലക്സ് സിസ്റ്റോമെട്രോഗ്രാം വിത്ത് ബ്ലാഡർ വോയിഡിംഗ് പ്രഷർ സ്റ്റഡിയുമാണ് ചെയ്തിട്ടുള്ളത്. സോ 51728ഉം അതോടൊപ്പം 51784 വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അതുപോലെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഓപ്ഷൻ എയും ഡിയിലും സെയിം കോഡുകളാണ് വരുന്നത്. പിന്നെ മോഡിഫയേഴ്സ് 51ഉം 59ഉം ആണ് അപ്പൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂറോഡൈനാമിക്സിൻ്റെ ആ ഒരു മുകളിലുള്ള പാരഗ്രാഫുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോഡിഫയർ 51 അപ്പൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ മോഡിഫയർ 59 അപ്പൻഡ് ചെയ്യുന്ന കേസുകളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മോഡിഫയർ 59 ഉള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്, 51728, 51784, മോഡിഫയർ 51. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ, യൂറോഡൈനാമിക്സിന് ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്ത് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇഫ് യു നീഡ് അത് വാച്ച് ചെയ്യാം കേട്ടോ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ. Next question, a patient underwent a surgical laparoscopy with the ablation of 4 renal lesions. The surgeon used the ultrasound guidance during the procedure. How should you report the service?
ഇവിടെ പേഷ്യൻറ്റിന് സർജിക്കൽ ലാപ്രോസ്കോപ്പി വിത്ത് അബ്ലേഷൻ ഓഫ് 4 റീനൽ ലീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ലാപ്രോസ്കോപ്പിക്കലി ആണ് അബ്ലേഷൻ ഓഫ് 4 റീനൽ ലീഷൻസ് ചെയ്തിട്ടുള്ളത്. സോ അൾട്രാസൗണ്ട് ഗൈഡൻസും യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 50205, ദാറ്റ് ഇസ് റീനൽ ബയോപ്സി ബൈ സർജിക്കൽ എക്സ്പോഷർ ഓഫ് കിഡ്നി ആണ്. ഇവിടെ ബയോപ്സിയുടെ കാര്യമാണ് പറയുന്നത്. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബി 50542 ആണ് പറയുന്നത്. ദാറ്റ് ഇസ് ലാപ്രോസ്കോപ്പി സർജിക്കൽ അബ്ലേഷൻ ഓഫ് റീനൽ മാസ് ലീഷൻസ് ഇൻക്ലൂഡിംഗ് ഇൻട്രാ ഓപ്പറേറ്റീവ് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആൻഡ് മോണിറ്ററിംഗ് വെൻ പെർഫോംഡ് ആണ്. അപ്പോൾ ഈ ഒരു കോഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക്കലി അബ്ലേഷൻ ഓഫ് റീനൽ ലീഷൻസ് ആണ്. അതോടൊപ്പം തന്നെ അൾട്രാസൗണ്ട് ഗൈഡൻസ് യൂസ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നും പറയുന്നുണ്ട്. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ 50593 ആണ് പറയുന്നത്. ദാറ്റ് ഈസ് അബ്ലേഷൻ റീനൽ ട്യൂമേഴ്സ് യൂണിലാറ്ററൽ പെർക്യൂട്ടേനിയസ് ക്രയോതെറാപ്പി ആണ്. ക്രയോതെറാപ്പി വഴി ചെയ്യുന്ന കാര്യമാണ് 50593 പറയുന്നത്. ഇനി 50542 എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ലാപ്രോസ്കോപ്പി സർജിക്കൽ അബ്ലേഷൻ ഓഫ് റീനൽ മാസ് ലീഷൻസ് ഇൻക്ലൂഡിംഗ് ഇൻട്രാ ഓപ്പറേറ്റീവ് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആൻഡ് മോണിറ്ററിംഗ് വെൻ പെർഫോംഡ് ആണ്. അപ്പോൾ ഓൾറെഡി അൾട്രാസൗണ്ട് ഗൈഡൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെയും നമ്മൾ ഈ ഒരു നമുക്കറിയാം 7 സീരീസ് എന്ന് പറയുന്നത് റേഡിയോളജിക്കൽ സർവീസസ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആ ഒരു കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അൾട്രാസൗണ്ട് ഗൈഡൻസിൻ്റെ കാര്യം ഈ ഒരു പ്രൊസീജിയറിൽ ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു കോഡ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ലാപ്രോസ്കോപ്പിക്കലി പ്രൊസീജിയർ ചെയ്യുമ്പോൾ ലാപ്രോസ്കോപ്പിയുടെ അണ്ടറിലുള്ള കോഡുകൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇവിടെ നമുക്ക് ലാപ്രോസ്കോപ്പി എന്നുള്ള ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് 50542 എന്ന് വരുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. Next question, Dr. Blue provided interpretation and result for a needle electromyography for anal sphincter function. How would you report this service? ഇവിടെ ഡോക്ടർ ബ്ലൂ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ് ഒരു റിസൾട്ടിന്. നീഡിൽ ഇലക്ട്രോമയോഗ്രഫിയുടെ ഇൻ്റർപ്രിട്ടേഷനാണ്, ആ ഒരു റിസൾട്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് കൊടുക്കുന്നത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 51784 ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോമയോഗ്രഫി സ്റ്റഡീസ് ഓഫ് എയ്നൽ ഓർ യൂറീത്രൽ സ്പിങ്ചർ അതർ ദാൻ നീഡിൽ എനി ടെക്നിക്കാണ്. അപ്പോൾ അതർ ദാൻ നീഡിൽ ഇലക്ട്രോമയോഗ്രഫി ആണെങ്കിലാണ് നമുക്ക് 51784 എന്നുള്ള കോഡ് എടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിലും ബിയിലും ഈ ഒരു സെയിം കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലാണെങ്കിൽ നീഡിൽ ഇലക്ട്രോമയോഗ്രഫിയുടെ കേസാണ് പറയുന്നത്. സോ എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ സിയിൽ 55875 എന്നൊരു കോഡ് കാണാൻ പറ്റും. ദാറ്റ് transperineal placement of needles or catheter into prostate for interstitial radio element application without cystoscopy ആണ്. ഇവിടെ ട്രാൻസ്പെരിനിയൽ പ്ലേസ്മെൻറ്റ് ഓഫ് നീഡിൽസ് ആണ് പറയുന്നത്. അതും ഇൻഡസ്ട്രീഷ്യൽ റേഡിയോ എലമെൻറ്റ് ആപ്ലിക്കേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നീഡിൽ ഇലക്ട്രോമയോഗ്രഫിയുടെ കേസല്ല പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ 51785 ദാറ്റ് ഇസ് നീഡിൽ ഇലക്ട്രോമയോഗ്രഫി സ്റ്റഡീസ് ഓഫ് എയ്നൽ ഓർ യൂറീത്രൽ സ്പിങ്ചർ എനി ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ ഒരു മോഡിഫൈഡ് 26 അപ്പൻഡ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടർ ചെയ്തിട്ടുള്ളതും ഡോക്ടർ ബ്ലൂ ചെയ്തിട്ടുള്ളതും ഇൻ്റർപ്രിട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു യൂറോഡൈനാമിക്സിൻ്റെ ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് ലാസ്റ്റിൽ കാണാൻ പറ്റും, when the individual only interprets the result and operates the equipment, a professional component modified 26 should be used into identify the services ആണ്. അതായത് ഇൻ്റർപ്രിട്ടേഷൻ മാത്രം കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മോഡിഫൈഡ് 26 അപ്പൻഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടർ ബ്ലൂം അത് തന്നെയാണ് ചെയ്തത്, ഇൻ്റർപ്രിട്ടേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി.